ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്നുള്ള ചിന്തയില്ലേ? ഉം. അതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം എന്നാ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഉം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നല്ല, ഉം, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏഹ് മറ്റുള്ളവർ ചിന്തിക്കുന്ന കല്ല് വല്ലി ഓലോല വഴിക്ക് പോവുക, നമ്മൾ ചിന്തിക്കുക മുന്നോട്ട് പോവുക. ഏഹ് നമ്മളെ മുന്നിൽ പല തടസ്സങ്ങളും ഉണ്ടാവും. കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. ഉം, നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക. ഉം, ഏഹ് ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. ഉം, അതെല്ലാം നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും. ഉം, പക്ഷേങ്കിൽ ഓരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്താൽ, നമ്മളിപ്പോൾ ഒരാൾ മുമ്പിലുണ്ട്, ഓനെന്ത് വിചാരിക്കുന്നുണ്ട് നടക്കാണ്ട് നമ്മളങ്ങനെ ലക്ഷ്യത്തിലെത്തൂലല്ലോ. അതൊക്കെ ഓനെന്താ വിചാരിച്ചോട്ടെ, അവിടെ നിന്നിട്ട് പറഞ്ഞാൽ ഉം, ഓനെ സൈഡിലേക്കും നമ്മൾ നടന്നു പോകും, നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തും. ഉം, അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, മറ്റുള്ളവരെന്ത് വിചാരിക്കൂ, അല്ലെങ്കിൽ ഓനെന്ത് വിചാരിക്കുമോ ഉം, എന്നെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഉം, ഈ വിചാരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ കണ്ടുകൂടിയിരിക്കും. ഉം, ഉം. ഉം, ഉള്ളിൽ നമ്മളെന്തെങ്കിലും വിജയിക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കരുത് എന്നുള്ള ചിന്തയായിരിക്കും. ഉം, പക്ഷെ നമ്മളോട് പറയാന്ന് പറഞ്ഞാൽ ഉഷാറാക്കി വിജയിക്കണം എന്നുള്ളതായിരിക്കും. ഉം, ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഉം. പിന്നെ നമുക്ക് ഇവരാരും ചിലവിന് വരും ഇതാക്കുന്നില്ലല്ലോ. ഇല്ലില്ല. വരുവാ ഇല്ല. എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവർ എന്നുള്ള ചിന്തയെ വിടുക, ഉം, നമ്മൾ എന്നുള്ള ചിന്തിക്കുക. ഉം, നമ്മളെന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഉം, ഏഹ് ഉം. മനസ്സിലായിക്കാ?